മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. അമ്മ മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി. തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി അൾത്താര മുന്നിൽ കൈകുപ്പി നിന്ന് ആദ്യ കുർബാന തന്നോർമ്മകളും പച്ചകടാതെ മനസ്സിൽ നിറയുമ്പോൾ തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വളരെ സ്നേഹപൂർവ്വം നിങ്ങളെല്ലാവരെയും മദർ ഹോം ധ്യാനകേന്ദ്രം അവതരിപ്പിക്കുന്ന ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. തീർച്ചയായും ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വചനം പ്രഘോഷിക്കാനായി നിൽക്കുമ്പോൾ തലശ്ശേരി അതിരൂപത ആരംഭിച്ച ഒരു പുതിയ അജപാലിൻ്റെ ശുശ്രൂഷയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനും കൂടെ ഞാൻ ആഗ്രഹിക്കുന്നു. സംസാരിക്കാനാവാത്ത, ചെവി കേൾക്കാനാവാത്ത സാധാരണ മക്കൾക്ക് വേണ്ടി അവരുടെ ഭാഷയിൽ വചനം കൊടുക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കൗൺസിലിംഗ് കൊടുക്കാനും അവരെ കുമ്പസാരിപ്പിക്കാനുമാവുന്ന ഒരു പുതിയ അജപാലിൻ്റെ ശുശ്രൂഷ ഞങ്ങൾ ആരംഭിക്കുകയാണ്. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട പ്രിയേഷ് കളരിമുറിയിൽ അച്ഛനാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. ഇവരുടെ ഭാഷ, പ്രത്യേകിച്ച് സംസാരിക്കാനാവാത്തവരുടെ ഭാഷ പഠിച്ച് അതിൽ പ്രാവീണ്യം ലഭിച്ച അച്ഛന് ഈ ശുശ്രൂഷ മേഖലയിൽ പുതിയൊരു കാൽവെപ്പായും ഒരു അത്ഭുതമായും മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം മേജർ ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ജോർജ് ആലഞ്ചേരി തിരുമേനിയുടെ വിശുദ്ധ ബലി ഒരേ സമയം നിന്ന് കേൾക്കാനാവാത്ത, സംസാരിക്കാനാവാത്ത ആളുകൾക്ക് വേണ്ടി അച്ഛൻ ഇതേ രീതിയിൽ പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇന്ന് വചനം കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയും ഈ വചനവും അച്ഛൻ ഒരിക്കൽ കൂടി സൈൻ മെത്തേഡിലൂടെ അവതരിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ഈ ആലയത്തിൽ മൂകരും ബധിരരുമായ ഏകദേശം 120ഓളം ആളുകളെ, ദൈവമക്കളെ ഒന്നിച്ചു ചേർത്തു. അവരെ വിളിച്ചു ചേർത്ത് അവർക്ക് കുമ്പസാരവും കൗൺസിലിങ്ങും പ്രാർത്ഥനകളും നടത്തി, തൈലാഭിഷേകം നടത്തി അവരെ ആത്മാവിനാൽ നിറയ്ക്കുന്ന
ഒരു ധ്യാന ശുശ്രൂഷ ഞങ്ങൾ ഇവിടെ വെച്ച് നടത്തുകയുണ്ടായി. അഭിവന്ദ്യ ആർച്ച് ബിഷപ്പ് ജോർജ് അർലക്കാട്ട് പിതാവും അഭിവന്ദ്യ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് വലിയമറ്റവും ഞങ്ങളുടെ സഹായമെത്താൻ മാർ ജോസഫ് പാമ്പ്ലാനിയും ഈ ശുശ്രൂഷകളിൽ സംബന്ധിക്കുകയും അനുഗ്രഹിക്കുകയും ആസ്വദിക്കുകയും ചെയ്തു. അതായത് കാലഘട്ടത്തിൻ്റെ പുതിയൊരു ആവശ്യവുമായ ശുശ്രൂഷയിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി ചിന്തിക്കണം എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ ശുശ്രൂഷയെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കുറവുള്ളവരും പോരായ്മയുള്ളവരും ബലഹീനതയുള്ളവരുടെയും കൂടെ നടക്കാൻ ആളുകളുണ്ടാകണം. ഞാൻ ഓർക്കും എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കഥ. ലൂക്കാസ് സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ 2 ശിഷ്യന്മാർ ജെറുസലേമിൽ നിന്നും എമ്മാവൂസിലേക്ക് പോവുകയാണ്. ഈശോയുടെ പീഡാനുഭവത്തിൻ്റെ ദിവസം ഈശോയെ കുരിശിലേറ്റിയതിന് ശേഷം കല്ലറയിൽ അടക്കം ചെയ്തു. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഈശോ ഉയർത്തെഴുന്നേറ്റു. അവൻ്റെ മൃതശരീരം കാണാൻ പോയ സ്ത്രീകൾ അതുപോലും കാണാനാവാതെ അത്ഭുതപ്പെട്ട് തിരിച്ചോടി വന്ന് ശിഷ്യന്മാരെ അറിയിച്ചു, നമ്മുടെ ഗുരുവിനെ കാണുന്നില്ല. യേശു ഒരു രാജ്യം സ്ഥാപിക്കുമെന്നും തങ്ങളൊക്കെ അതിൽ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലായിരിക്കുമെന്നും മോഹിച്ച് സ്വപ്നം കണ്ടവർ തകർന്നുപോയി. ഇനി എങ്ങനെ മുന്നോട്ട് പോകും? യേശുവിനെ കാണുന്നില്ല. അവൻ പിടിക്കപ്പെട്ടു, അവൻ വിധിക്കപ്പെട്ടു, അവൻ വധിക്കപ്പെട്ടു, അവൻ്റെ ശരീരം പോലുമില്ല. ആകെ മനസ്സ് തകർന്ന് നിരാശപ്പെട്ട് കുന്നിറങ്ങുന്ന 2 ശിഷ്യന്മാർ കുറച്ചു ദൂരം നടന്നപ്പോൾ അവരുടെ കൂടെ ഒരാളും കൂടെ നടക്കാനെത്തി. ആരാന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധം ഒരാൾ കൂടെ നടക്കുന്നു. പ്രിയപ്പെട്ടവരെ, സുവിശേഷം അവതരിപ്പിച്ചെന്താ? അത് കർത്താവാണ്. ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ ഓർക്കും, കലങ്ങിയ മനസ്സുമായി കരഞ്ഞ കണ്ണുമായി കുന്നിറങ്ങുന്നവൻ്റെ കൂടെ നടക്കുന്ന ഒരു കർത്താവ്. ജീവിതത്തിൽ സ്വപ്നങ്ങളൊക്കെ തകരുമ്പോൾ, പ്രതീക്ഷകളൊക്കെ തകരുമ്പോൾ തമ്പുരാൻ അവരുടെ കൂടെ നടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് നമുക്കുമുള്ള ഒരു വലിയ ആഹ്വാനമാണ്. ജീവിതത്തിൽ കുറവുകൾ ഉള്ളവരുണ്ട്, പോരായ്മകൾ ഉള്ളവരുണ്ട്, വീണു പോയവരുണ്ട്, പരാജയപ്പെട്ടവരുണ്ട്. അവരുടെ കൂടെ നടക്കാൻ ആളുകളെ ആവശ്യമുണ്ട്. ഇന്ന് സമൂഹത്തിൽ ചെവി കേൾക്കാനാവാത്തവൻ, സംസാരിക്കാനാവാത്തവൻ, അവർക്കും ഈ ഭൂമി ജീവിക്കണം, നമ്മളെപ്പോലെ എല്ലാ കാര്യവും ചെയ്യണം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു തിരിച്ചറിവ് ഇല്ലാത്തവൻ്റെയും ബലഹീനൻ്റെയും കൂടെ നിൽക്കാനും കൂടെ നടക്കാനുമുള്ള ഒരു തിരിച്ചറിവ് നമ്മുടെ വിശ്വാസ സമൂഹത്തിന് ഇപ്പോൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ്റെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിൽ ഈശോയുടെ ഉയർപ്പിന് ശേഷം തിബേരിയൂസ് കടൽ തീരത്ത് വീണ്ടും മീൻ പിടിക്കാൻ പോയ ശമിയോൻ്റെയും കൂട്ടുകാരുടെ കഥ നമ്മൾ വായിക്കുന്നു. ഒരു രാത്രി മുഴുവൻ വല വീശിയിട്ടും ഒന്നും കിട്ടാതെ നിരാശപ്പെട്ട് വിഷമിച്ചിരി അസ്വസ്ഥമാകുന്ന മനസ്സ് തളർന്നു പോയവരും. ഈ ഗലീലേ കടലിൽ എത്ര പ്രാവശ്യം ശമിയോൻ വല വീശിയിട്ടുള്ളതാ? 40-40 വർഷം വല വീശിയിട്ടുള്ളതാ. ഇവിടെ എവിടെയാണ് ചുഴി, എവിടെയാണ് ഒഴുക്ക്, എവിടെയാണ് മീനുള്ളത്, എവിടെ വലയെറിഞ്ഞാൽ മീൻ കിട്ടും, ഇതൊക്കെ കാണാപ്പാടം അറിയാവുന്ന വലിയ മുക്കവനാണ് ആ രാത്രി പഴച്ചുപോയത്. ഒന്നും കിട്ടിയില്ല. ആകെ പരാജയപ്പെട്ട് നിൽക്കുമ്പോഴാണ് തീരത്തുനിന്ന് ഒരാൾ വിളിക്കുന്നു, കുഞ്ഞുങ്ങളെ, മീൻ വല്ലതുമുണ്ടോ?
കുഞ്ഞുങ്ങളെ എന്താ വിളിച്ചത്? ഞാൻ അനുഭവത്തോടെ ബൈബിൾ വായിച്ചു ചിന്തിക്കും. തോറ്റവനെ വിളിക്കാൻ കർത്താവ് കണ്ടെത്തിയ വാക്ക് കുഞ്ഞുങ്ങളെ എന്ന. ശിമിയോൻ പത്രോസ് എന്നല്ല, ശിഷ്യന്മാർ ഒരുവനെ എന്നല്ല, അല്ലെ എടാന്നല്ല. അങ്ങനെയൊക്കെ വിളിച്ചിരുന്നെങ്കിൽ ശിമിയോൻ ചിലപ്പോൾ ദേഷ്യപ്പെട്ടനെ. മറിച്ച് ശിമിയോൻ ആ കുഞ്ഞുങ്ങളെ എന്നുള്ള വിളിയിൽ വീണ്ടും വലയിറക്കി, വീണ്ടും മീൻ പിടിച്ചു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒന്നും കിട്ടാത്ത നിമിഷങ്ങളിൽ വീണ്ടും വലയിറക്കുവാൻ ധൈര്യം നൽകുന്നത് തീരത്ത് നിൽക്കുന്നവനും കുഞ്ഞുങ്ങളെ എന്നുള്ള വിളിയാണ്. നമ്മളൊക്കെ പരാജയത്തിൻ്റെ കടലിൽ പെടുമ്പോൾ, തോൽവിയുടെ തിരമാലകളിൽ പെടുമ്പോൾ തീരത്ത് നിൽക്കാനും ചില ആളുകൾ വേണ്ടേ? കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കാനും ആളുകൾ വേണ്ടേ? തോറ്റവനും തകർന്നവനും കൈപിടിക്കാൻ ആൾ വേണ്ടേ? അജപാലനത്തിൻ്റെ പുതിയ മേഖലകളിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി മാറി നടക്കണം എന്നും കൂടെ നമ്മളെ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ ശബ്ദഘോഷങ്ങളോടെ, ആരവങ്ങളോടെ ദൈവത്തെ സ്തുതിക്കുന്നവരുടെ മുമ്പിലും സഭയുടെ കൂദാശ ശക്തി പ്രാപിക്കുമ്പോൾ ഒരിക്കലും ഒച്ച ഉണ്ടാക്കാത്തവർക്കും വേണ്ടേ വിശുദ്ധ കുർബാന? ഒരു ആമേൻ പോലും പറയാൻ പറ്റാത്തവർക്കും വേണ്ടേ അന്നാ പെസഹ? ഒരു പ്രാർത്ഥന പോലും കേൾക്കാനാവാത്തവർക്കും വേണ്ടേ ഒരു കുമ്പസാരം? ആ മേഖലയിൽ പഠിച്ച് അവരുടെ ഭാഷയെ സംസാരിക്കാൻ, അവരുടെ മനഃശാസ്ത്രം മനസ്സിലാക്കാൻ തയ്യാറായി ഇന്ന് ഈ അച്ഛനെ പോലെയും മറ്റു ബിജു അച്ഛനും സിസ്റ്റേഴ്സും ശുശ്രൂഷ ചെയ്യുമ്പോൾ തീർച്ചയായും അത് ദൈവപദ്ധതിയുടെ വെളിപ്പെടലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തെ നന്ദി പറഞ്ഞ് വാഴ്ത്തുകയാണ്. ദൈവമായ കർത്താവേ, ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ഒരുക്കി തരുന്ന പുതിയ ശുശ്രൂഷകളെ ഓർത്ത് ഞങ്ങൾ വാഴ്ത്തുന്നു. നല്ല ദൈവമേ, അങ്ങയുടെ വലിയ കാരുണ്യം എല്ലാവരിലേക്ക് ഒഴുകുന്നുവല്ലോ. ഈ കാരുണ്യത്തിൻ്റെ വാഹകരാകാൻ ഒരിക്കൽ കൂടി ഞങ്ങളെ തിരഞ്ഞെടുക്കുന്ന കർത്താവേ, നിനക്ക് സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ദൈവമക്കൾക്ക് വേണ്ടി ദൈവ ശുശ്രൂഷ ചെയ്യുന്നവരുടെ മനസ്സിൽ എന്നും സൂക്ഷിക്കേണ്ട യേശു മനോഭാവം കുറവുള്ളവൻ്റെയും പോരായ്മയുള്ളവൻ്റെയും ഭാഗത്താണ് യേശു നടക്കുക എന്നുള്ളതാണ്. ആരും വീട്ടിൽ സ്വീകരിക്കാത്ത സക്കേവസിൻ്റെ വീട്ടിലേക്ക് യേശു ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടുപോയി. ഒരാൾ പോലും കൂട്ടുകൂടാത്ത സക്കേവസിനോട് കൂട്ടുകൂടാൻ കർത്താവ് തയ്യാറായി. സമൂഹത്തിൽ എല്ലാവരും മോശമെന്ന് പറയുന്ന പാപിനിയായ സ്ത്രീയോട് സ്നേഹത്തോടെ സംസാരിക്കാൻ യേശു തയ്യാറായി. അതായത് വീണ് പോയവർക്ക് വേണ്ടിയുള്ള ഇടമാണ് യേശു ക്രിസ്തു. തോറ്റു പോയവർക്കുള്ള നിലമാണ് യേശു ക്രിസ്തു. വിജയിക്കുന്നവൻ്റെ മാത്രം വലിയ കൂടാരങ്ങളല്ല, തോറ്റുപോയവൻ്റെ പാഴ്നിലങ്ങളും കൂടിയാണ് വിശ്വാസവും സഭയും എന്ന് ഒരിക്കൽ കൂടി ദൈവാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചിന്താരീതികളിൽ തന്നെ, സുവിശേഷ പ്രഘോഷണ മേഖലയിൽ തന്നെ ചില വ്യത്യസ്തമായ മാനങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇതേ സമയത്ത് ഈ വചനപ്രഘോഷത്തിൻ്റെ വ്യത്യസ്തമായ ശൈലി കാണുന്ന ആളുകളോട് ഞാൻ ഓർമ്മിപ്പിക്കുന്നു, പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾക്ക് ചില കുറവുകളുണ്ടാകാം, നിങ്ങൾക്ക് ചില പോരായ്മകളുണ്ടാകാം, പക്ഷേ ദൈവം നിങ്ങളെയും കൈവിടുന്നില്ല. ചെവി കേൾക്കാൻ വയ്യാത്തവർക്കും സംസാരിക്കാൻ വയ്യാത്തവർക്കും വേണ്ടിയും ദൈവം അടുത്തെത്തുകയാണ്. ഒരു കാലഘട്ടത്തിൽ ബുദ്ധിയുള്ളവർക്ക് മാത്രമായിരുന്നു വചനമെങ്കിൽ നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, ഇന്ന് സ്പെഷ്യൽ സ്കൂളുകളുണ്ട്. ബുദ്ധി ഉറയ്ക്കാത്തവരും വൈകല്യമുള്ളവരുമായ ആളുകൾക്ക് വേണ്ടി അങ്ങോളം ഇങ്ങോളം ധാരാളം സ്പെഷ്യൽ സ്കൂളുകൾ, മന്ദബുദ്ധികളെ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ
ഇന്ന് നമ്മുടെ സഭ നടത്തുന്നുണ്ട്. കണ്ണ് കാണാൻ വയ്യാത്ത ആളുകൾക്ക് വേണ്ടി അവരുടെ ശുശ്രൂഷയുമായി ധാരാളം ആളുകൾ ഇന്ന് സഭയിലുണ്ട്. അതായത് ഓരോരുത്തർക്കും ആവശ്യമുള്ള ദൈവകൃപയുടെ ചാലുകൾ ഒഴുകിയെത്തുകയാണ്. ഇന്ന് ഈ വിധത്തിൽ ബലഹീനതയുള്ള, ശ്രവണശക്തിയില്ലാത്ത, സംസാരശേഷിയില്ലാത്ത മക്കളിലേക്ക് ദൈവസ്നേഹം എത്തുന്നു. ദൈവം അവരെയും സ്നേഹിക്കുന്നു. അതുകൊണ്ട് ഇത്തരത്തിൽ ബധിരരും ഊമരുമായ ആളുകളോട് ഞാൻ പറഞ്ഞു വെക്കും, മക്കളെ, നിങ്ങളെയും ദൈവം സ്നേഹിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന വചനം അനുസ്മരിച്ചുകൊണ്ട് എല്ലാവരുടെ അടുത്തേക്കും സ്നേഹത്തിൻ്റെ അരുവിയായി യേശുക്രിസ്തു ഒഴുകിയെത്തുകയാണ്. സഭയിലൂടെ, പുരോഹിതന്മാരിലൂടെ ഇതാ ദൈവസ്നേഹം നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നു. നിങ്ങൾ വേണ്ടപ്പെട്ടവരാണ്, നിങ്ങൾ വിലപ്പെട്ടവരാണ്. നിങ്ങളെ ആരും അവഗണിക്കുന്നില്ല, നിങ്ങളെ ആരും തള്ളിക്കളയുന്നുമില്ല. നിങ്ങളെ സഭയും സ്നേഹിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വിലപ്പെട്ടതായ സമയവും കഴിവുകളും മാറ്റിവെക്കുന്നു. അതായത് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം, ഞാൻ യേശുവിനും സഭയ്ക്കും വേണ്ടപ്പെട്ടവനാണ്. ഞാൻ വേണ്ടപ്പെട്ടവനാണ് എന്ന ചിന്ത ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കരയരുത്, പിന്നെ നിങ്ങൾ ദുഃഖിക്കരുത്, പിന്നെ നിങ്ങൾ വിലപിക്കരുത്, നിരാശപ്പെടരുത്. എനിക്കെന്തിനായി ജീവിതം തന്നതെന്നൊക്കെ ഓർത്ത് സ്വയം പഴിക്കരുത്. എൻ്റെ ഈ വൈകല്യത്തെ ഓർത്ത്, എൻ്റെ ഈ അവസ്ഥയെ ഓർത്ത് നിരാശപ്പെട്ട് പോയി ചത്തേക്കാം എന്നൊന്നും ചിന്തിച്ചേക്കരുത്. ജീവിതത്തിൽ നമുക്കുള്ള ഈ അവസ്ഥയും ഈ സാഹചര്യത്തെയും നിങ്ങൾ അംഗീകരിക്കണം എന്നാണ് ഇത്തരത്തിലുള്ള മക്കളോട് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 7-ാമത്തെ അധ്യായത്തിൽ 12-ാം വചനത്തിൽ ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കുവിൻ എന്നൊരു വചനം കിടപ്പുണ്ട്. ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കുവിൻ. ഞാൻ ചിന്തിച്ചു, എങ്ങനെയാണ് ഒരു വാതിൽ ഇടുങ്ങുന്നത്? ഇപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ വാതിൽ സാധാരണയാണെങ്കിൽ ആശാരിക്കണക്കിൽ 1 കോൽ വീതിയുള്ളതാണ്. നമുക്ക് പറയാം 1 മീറ്റർ വീതിയെന്ന്. സാധാരണയിൽ അതിലെ എല്ലാവർക്കും കടന്നു പോകാൻ പറ്റും. ഒരു മേശ അതിലെ കടത്തിക്കൊണ്ട് പോകാൻ സാധിക്കും. പക്ഷേ ആ മേശയ്ക്ക് 1 മീറ്ററിലധികം വീതി ഉണ്ടെങ്കിലോ കടന്നു പോയില്ല. അപ്പോൾ നമുക്ക് തോന്നും ഈ വാതിൽ ഇടുങ്ങിയതാണെന്ന് തോന്നും. വാതിൽ ഇടുങ്ങിയതല്ല, പക്ഷേ ഇടുങ്ങിയതാണെന്ന് തോന്നാൻ കാരണം അതിൻ്റെ മുമ്പിൽ നിൽക്കുന്ന വസ്തുവിന് അതിനേക്കാൾ വലിപ്പമുള്ളതുകൊണ്ടാണ്. അതായത് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ വലിയ ദുരന്തങ്ങളൊക്കെ വരുമ്പോൾ ജീവിതത്തിൽ നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോവും ജീവിതം ഇടുങ്ങിയതാണെന്ന് തോന്നിപ്പോവും. ഇങ്ങനെ ജീവിതം ഇടുങ്ങാൻ കാരണം നമ്മുടെ തന്നെ കുറവുകളാണ്, നമ്മുടെ തന്നെ പോരായ്മകളാണ്, നമ്മുടെയൊക്കെ ദുശീലങ്ങളാണ്. യാക്കോബ് ശ്രീയുടെ ലേഖനത്തിൻ്റെ 2-ാമത്തെ അധ്യായം 14-ാം വചനമുണ്ട്, ഓരോരുത്തരും കുരുക്കിലാകുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കെണിയിലാകുമ്പോഴാണ്. ഓരോരുത്തരും ജീവിതത്തിൽ തോറ്റുപോകുന്നത് മറ്റാരും തോൽപ്പിക്കുന്നില്ല, സ്വന്തം ദുർമോഹങ്ങളാൽ തോൽപ്പിക്കപ്പെടുന്നതാണ്. അങ്ങനെയാണ് ചിലരുടെ ജീവിതത്തിലെ വഴികൾ ഇടുങ്ങുന്നത്. മറ്റു ചിലരുടെ ജീവിതത്തിൽ വഴികൾ ഇടുങ്ങുന്നത് മറ്റുള്ളവർ നമ്മുടെ വഴി ഇടുക്കി തരുമ്പോഴാണ്. ആ വീട്ടുകാരൻ ഒരു മതിൽ ഇങ്ങനെയും കെട്ടി, ഈ വീട്ടുകാരൻ ഇവിടെ ഒരു മതിൽ കെട്ടിക്കഴിയുമ്പോൾ, അടുപ്പിച്ച് കെട്ടിക്കഴിയുമ്പോൾ നമുക്കതിന് നടുക്കോടെ നടക്കാൻ വിഷമാവും. അപ്പം നമുക്ക് തോന്നും ഈ വഴി ഇങ്ങനെ ഇടുങ്ങിയതാണെന്ന്. നമ്മുടെ ജീവിതത്തെ ചിലപ്പോൾ മറ്റുള്ളവർ ഇടുക്കി തരാറുണ്ട്. ഇതാണ് ഇടുങ്ങിയ 2-ാമത്തെ വഴി. 3-ാമത്തെ വഴി എന്ന് പറയുന്നത് ചില വഴികൾ അതിൽ തന്നെ ക്ലേശകരമായ വഴികളാണ്. ഇപ്പോൾ മലബാറിലും ഹൈറേഞ്ചിലും ഒക്കെ ഉള്ള ചില മലകളുടെ മുകളിലേക്ക് ഒരു ജീപ്പ് പോലും കയറില്ല, ഒരു വാഹനം കയറാത്ത വഴികളുണ്ട്. അവ അങ്ങനെ പ്രകൃതിയാൽ തന്നെ ക്ലേശകരമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചിലരുടെ ജീവിതത്തിൽ ആരുടെയും കുറ്റം കൊണ്ടല്ലെങ്കിലും ചില ജീവിതങ്ങൾക്ക് അതിൽ തന്നെ ചില വിഷമങ്ങളുണ്ട്. നമുക്ക് ജന്മനാ കിട്ടുന്ന ചില വൈകല്യങ്ങളുണ്ട്.
ചിലപ്പോൾ കണ്ണ് കാണാൻ വയ്യാത്ത അവസ്ഥയായിരിക്കാം, ചെവി കേൾക്കാൻ വയ്യാത്ത അവസ്ഥയായിരിക്കാം, കാല് മുറിഞ്ഞു പോയ ആൾക്കാരായിരിക്കാം, അല്ല ജന്മനാ ചില തളർന്നു കിടക്കുന്ന ആൾക്കാരായിരിക്കാം. എന്ന് മനസ്സിലാക്കണം, ഇത് അനിവാര്യമായ വഴികൾ ഇടുങ്ങിപ്പോയതാണ്. ചില വഴികൾ ഇടുങ്ങുന്നത് അനിവാര്യമാണ്. എങ്കിൽ ഇങ്ങനെയുള്ള അനിവാര്യമായ ദുരന്തങ്ങളെയും കുറവുകളെയും നമ്മൾ എങ്ങനെ സ്വീകരിക്കണം? ഇത് ദൈവം എനിക്ക് തന്നതാണ് എന്ന് വെച്ച് സ്വീകരിച്ചാലേ ഇത് സന്തോഷമായി മാറുകയുള്ളൂ. അതുകൊണ്ട് ഏതെങ്കിലും വൈകല്യങ്ങളുള്ള മക്കളോട് ഞാൻ പറഞ്ഞു വയ്ക്കുകയാണ്, മകനെ മകളെ, നിൻ്റെ വൈകല്യങ്ങൾ ഓർത്ത് നീ നിരാശപ്പെടരുത്. അത് ദൈവം നിനക്ക് തന്ന പ്രത്യേകമായ ഒരു സിദ്ധിയാണ്, ഒരു പ്രത്യേക അവസ്ഥയാണിത്. മറ്റുള്ളവരെ പോലെ ഇല്ലെങ്കിലും നിനക്കൊരു പ്രത്യേകത ദൈവം ഒരുക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് മറ്റുള്ളവരെ പോലെ കണ്ണ് കാണാൻ വയ്യല്ലോ എന്നൊന്നും വിചാരിക്കരുത്. നിൻ്റെ കേൾവി ശക്തി പ്രധാനപ്പെട്ടതായി ദൈവം തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ സംസാരിക്കാൻ പറ്റില്ലല്ലോ എന്ന് ചിന്തിക്കരുത്. ചിലപ്പോൾ അതിനേക്കാളും ജ്ഞാനം നിനക്ക് ദൈവം തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ചില അനിവാര്യമായ കുറവുകളും പോരായ്മകളുമുണ്ട്. ചിലർ കുറവുകളോട് കൂടി തന്നെയാണ് ജനിക്കുന്നത്. അത് അവരുടെ തെറ്റുകൊണ്ടല്ല, ദൈവത്തിൻ്റെ പദ്ധതിയാണത്. ജന്മന അന്ധനായവനെക്കുറിച്ച് അവൻ്റെ കൂട്ടുകാർ ചോദിച്ചു ഈശോയോട്, ഈശോയെ, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ കുഴപ്പം കൊണ്ടാ? മാതാപിതാക്കളുടെയോ മറ്റുള്ളവരുടെയോ? കർത്താവ് പറഞ്ഞു, ഇവൻ ഇങ്ങനെയായത് ആരുടെ കുഴപ്പം കൊണ്ടല്ല, ദൈവത്തിൻ്റെ പദ്ധതിയാണ്. എങ്കിൽ ഇതിൻ്റെ അകത്ത് കേൾക്കാൻ ശ്രവണശക്തി ഇല്ലാത്ത മകനെയും സംസാരിക്കാൻ നാവിന് കെട്ടുള്ള മകനെയും നിന്നോട് ഞാൻ പറഞ്ഞു വെക്കും, നീയും ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ട ആളാണ്. ചിലപ്പോൾ കണ്ണ് കാണാൻ വയ്യാത്ത ആളുണ്ടാകാം, കേൾക്കുന്നേയുള്ളൂ. നീ വിചാരിക്കണം, ദൈവം നിന്നെയും മനസ്സിലാക്കിയിട്ടുണ്ട്. ഇരു കാലുകളും അരക്ക് താഴോട്ട് വെച്ച് ഇല്ലാതായി ജനിച്ചപ്പോൾ തന്നെയുള്ള ആളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒട്ടും നടക്കാനാവാതെ ഇരുന്ന് തന്നെ ജീവിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരോട് ഞാൻ പറഞ്ഞു വെക്ക്, ഈ നിൻ്റെ പ്രത്യേക അവസ്ഥ ശാപമോ ദുരിതമോ അല്ല, ഇത് ദൈവത്തിൻ്റെ ക്രമീകരണമാണ്, ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ചില മാരകമായ രോഗം വന്നേക്കാം, ഏതെങ്കിലും ശരീരഭാഗം മുറിച്ച് നീക്കേണ്ടി വന്നേക്കാം. ചിലപ്പോൾ ശരീരത്തിൻ്റെ വേറെ ഏതെങ്കിലും ഭാഗത്ത് രോഗം വന്നു, അപകടം വന്നു, വാഹന അപകടം വന്നു, മുറിച്ച് മാറ്റേണ്ടി വന്നേക്കാം. ഇതോർത്ത് എല്ലാം പോയല്ലോ, എല്ലാം തീർന്നല്ലോ എന്നൊന്നും ചിന്തിക്കരുത്. മറിച്ച് ഇതും ദൈവ പദ്ധതിയിൽപ്പെട്ടതാണ്. അതായത് സ്വന്തം കുറവുകളെയും പോരായ്മകളെയും ബലഹീനതകളെയും അംഗീകരിക്കാൻ പഠിക്കണം. ആ കുറവുകളെ ഓർത്ത് നിരാശപ്പെടുകയോ ആ കുറവുകളെ ഓർത്ത് ആകുലപ്പെടുകയോ ഒന്നും ചെയ്തേക്കരുത്. ദൈവം നമുക്കൊരുക്കി തന്ന ഈ വഴിയിലൂടെ നമുക്ക് മുന്നോട്ട് നടക്കുക തന്നെ ചെയ്യണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സമൂഹത്തിൽ വ്യത്യസ്തമായ കഴിവുകളുള്ള, ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന് പറയാൻ പറ്റും, അവർക്ക് വേണ്ടിയുള്ള പുതിയ പുതിയ ശുശ്രൂഷകൾ സമൂഹത്തിൽ സംഭവിക്കുന്ന പോലെ തന്നെ സഭയിലും സംഭവിക്കണം. ഇത്തരം കുറവുകളും ബലഹീനതകളും മക്കളോട് പറഞ്ഞു വെക്കും, നിങ്ങളാരെയും ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്നും പുറത്താക്കിയിട്ടില്ല. നിങ്ങളെയും ഈശോ സ്നേഹിക്കുന്നുണ്ട്. ഇതാ ഈശോയുടെ കാരുണ്യം നിങ്ങളുടെ പക്കലേക്ക് എത്തുകയാണ്. ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ വാഹകരാകാൻ ദൈവജനം മുഴുവൻ മുന്നോട്ട് വരണം. ഈ അജപാലന ശുശ്രൂഷ ചെയ്യുന്നവരെ പോലെ അജപാലനത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകളിൽ കടന്നു വരാൻ എല്ലാവരും ഇത് പ്രചോദനമാകട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് കേൾക്കാനും സംസാരിക്കാനാവാത്ത ആളുകളെയൊക്കെ ഈ അച്ഛനൊക്കെ ആംഗ്യഭാഷയെ കുമ്പസാരിപ്പിക്കുന്നത് കണ്ട് ഞാൻ അനുഭവത്തോടെ ഇന്ന് പോയി. അവർ ആംഗ്യഭാഷയിലാണ് പ്രാപം ഏറ്റു പറയുന്നത്, അച്ഛൻ ആംഗ്യഭാഷയിലാണ് ഉപദേശം കൊടുക്കുന്നത്. ഒരു സാധാ കുമ്പസാരത്തിൻ്റെ സംതൃപ്തിയോടെയാണ് തിരിച്ചു പോകുന്നത്. കൗൺസിലിംഗ് എന്ന ശുശ്രൂഷ ഇതേപോലെ നടത്താൻ ഇവർക്ക് സാധിക്കുന്നു. ഞാൻ വിശുദ്ധ ബലി അർപ്പിച്ചപ്പോൾ
എൻ്റെ ഒപ്പം നിന്ന് ഈ അച്ഛൻ അവർ കുർബാനയിലെ പാട്ടുകളും പ്രാർത്ഥനകളും പറഞ്ഞു കൊടുത്തു. ഞാൻ ഓർത്തു, എന്ത് നിറകണ്ണുകളോടെയാണ് ഈ ദൈവ മക്കൾ അത് കണ്ടു നിന്നത്. അതായത് പുതിയൊരു വസന്തം, ആത്മീയ ശുശ്രൂഷയുടെ പുതിയ വസന്തം സഭയിൽ ഉണരുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ശുശ്രൂഷ ദൈവാത്മാവിനെയും നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ വചനം കേൾക്കുന്ന മുഴുവൻ ആളുകളോടും ഞാൻ ആവശ്യപ്പെടുക, പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത്തരം ശുശ്രൂഷകളിൽ ഇടപെടുന്നവരെ പ്രോത്സാഹിപ്പിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ആ ശുശ്രൂഷകളെ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം നയിക്കണം. നിങ്ങളുടെ കുടുംബത്തിലോ പരിചയത്തിലോ ഇത്തരത്തിൽ വൈകല്യമുള്ള ഏതെങ്കിലും മകനോ മകളുണ്ടെങ്കിൽ അത് ശാപമോ ശല്യമോ ആയി കരുതി വീട്ടിൻ്റെ മൂലയ്ക്ക് ഒതുക്കി വെക്കാതെ അവർക്കും കൂടെയും വചനം പഠിക്കാനും പ്രാർത്ഥിക്കാനുമായി ഒരുക്കുന്ന ഈ കൂട്ടായ്മകളിലേക്ക് കടന്നു വരാൻ ഞാൻ ആവശ്യപ്പെടുക. അവരെ എങ്ങനെ കൊണ്ടുവരണം ഈ കൂട്ടായ്മയിൽ? ഒരു ഭാരമെന്ന നിലയിൽ ഒരു മൂലയ്ക്ക് ഒതുക്കി അങ്ങ് വെച്ചേക്കരുത്. പൊതുധാരയിൽ അവരും വരട്ടെ. ഇന്ന് ഞാൻ കണ്ടു, ഈ ദിവസങ്ങളിൽ കണ്ടു, ഈ 150ഓളം മക്കൾ ഒന്നിച്ചു കൂടുമ്പോൾ അവർ സംസാരിക്കുന്നത് സ്വരം ഉണ്ടാക്കാത്ത സംസാരം, ആ കൈകൾ കൊണ്ട് ആക്ഷൻ കാണുന്ന സംസാരം. എന്ത് സന്തോഷം അവർ നേടിയെടുക്കുന്നത്. അവരുടെ കൂട്ടായ്മകൾ വളരട്ടെ, അവരുടെ ബന്ധങ്ങൾ വളരട്ടെ. തങ്ങൾ ഒറ്റപ്പെട്ടവരാണെന്ന് ചിന്ത മാറി ഞങ്ങളെല്ലാവർക്കും വേണ്ടപ്പെട്ടവരാണ് ചിന്തയിലേക്ക് എത്തുമ്പോൾ തീർച്ചയായും അവരുടെ ഉള്ളിൽ ആന്തരിക സൗഖ്യം സംഭവിക്കും. ചില ദേഷ്യവും വാശിയും കുറുമ്പുകളെല്ലാം മാറി അവർ ദൈവത്തിനും സമൂഹത്തിനും പ്രസാദകരമായ മക്കളായിത്തീരും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള മക്കൾക്ക് വേണ്ടിയുള്ള പുതിയ അജപാലിൻ്റെ ശുശ്രൂഷ വളരാൻ വേണ്ടി തീർച്ചയായും നിങ്ങൾ പ്രാർത്ഥിക്കുകയും ദൈവകൃപ യാചിക്കുകയും ചെയ്യണമെന്ന് താഴ്മയോടെ അഭ്യർത്ഥിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.